കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ജയിലിന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുലും വിക്രവും. ആ സമയത്താണ് ജയിൽ വാർഡൻ അങ്ങോട്ടേക്ക് വരുന്നത്. ദേ അങ്ങേര് വരുന്നുണ്ടെന്ന് പറയാണ്. അങ്ങേര് വന്നിട്ട് പറഞ്ഞു, എടാ നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് ചോദിച്ചു. നിന്റെ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. വിക്രം ചോദിച്ചു, ഏത് പെങ്ങളുടെ? അല്ല നിനക്ക് എത്ര പെങ്ങളുണ്ടോന്ന് ചോദിച്ചു. അത് കേട്ട വിക്രം ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും രാഹുൽ ചോദിച്ചു, അല്ല അതെ സാറേന്ന് ചോദിച്ചു. അല്ല കല്യാണം കഴിയാത്തൊരു പെങ്ങളുണ്ടായിരുന്നല്ലോ, കാർത്തിക, അവളുടെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അവളുടെ കല്യാണം കഴിഞ്ഞോ? അല്ല ആരാ സാറേ കല്യാണം കഴിച്ചേ? അവളുടെ കല്യാണം മാറിപ്പോയതായിരുന്നല്ലോ. പിന്നെ ഏതവൻ അവളെ കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു രാഹുല്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, എടാ അവള് ബുദ്ധിമതിയാ, അവളുടെ അമ്മ അവളൊക്കെ നല്ല ബുദ്ധിമതി തന്നെയാ. അതുകൊണ്ട് അവര് തന്ത്രപരമായിട്ടാണ് കളിച്ച് ഈ തവണ. അതുകൊണ്ട് ഈ പറയുന്ന ഗംഗാപ്രസാദിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടൻ വിക്രം ചോദിച്ചു, എന്തൊക്കെയാ സാറേ പറയണെന്ന് ചോദിച്ചു. അല്ല കാർത്തിയെ കല്യാണം കഴിക്കാനായിട്ട് ഒരുത്തൻ തയ്യാറായിരുന്നല്ലോ. പിന്നെ അവനാണെങ്കിൽ അവളെ വേണ്ടാന്നൊക്കെ പറഞ്ഞോണ്ട് ന്യൂസിലൊക്കെ കൊടുത്തായിരുന്നു. ചില സോഷ്യൽ മീഡിയാസിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, വേണ്ട ഇനി അവളെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്നൊക്കെ. അതൊക്കെ വെറുതെ ആയിരുന്നു. ഒടുവില് അതൊക്കെ അവരുടെ ഒരു പ്ലാൻ ആയിരുന്നു. അവൻ തന്നെയാണ്, ആ ദിലീപ് തന്നെയാണ് കാർത്തികയുടെ കഴുത്ത് താലി ആർത്തിയെന്ന് പറഞ്ഞു. അത് കേട്ടും വിക്രവും രാഹുലും ഒക്കെ ഞെട്ടി. സത്യമാണോ സാറേ? അവൻ തന്നെയാണോ അവളുടെ കഴുത്തിൽ താലി ആർത്തിയെന്ന് രാഹുൽ ചോദിച്ചു. അതേടാ, അതൊക്കെ അവരുടെ ഒരു തന്ത്രങ്ങളായിരുന്നു. ഗംഗാപ്രസാദിനിട്ട് ഒരു പണി കൊടുത്തത് അത്. ഗംഗാപ്രസാദ് വിചാരിച്ച അവന് മാത്രം ബുദ്ധിയുള്ളെന്ന്. പക്ഷെ അതിനേക്കാളും ബുദ്ധി പിടിച്ച അവന്റെ പെങ്ങള്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നേന്ന് പറഞ്ഞു. ആ സമയത്ത് മനോഹർ അവിടെ നിൽക്കുന്നുണ്ട്. എടാ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കില്ലെന്ന്? മനോഹർ പറഞ്ഞു, സാറേ എന്റെ ദേഹം അങ്ങാനും നൊന്ത് കഴിഞ്ഞിട്ട് ഞാനും വെറുതെ ഇരിക്കില്ല. അത് അങ്ങേർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു. ഇനി ഇവിടെ സെല്ലിൽ കിടന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും ഞാൻ തൂക്കിയെടുത്ത് ഇടിച്ചിഞ്ച പഴുവാക്കത്തുള്ളൂ എന്നൊക്കെ വാർഡൻ പറഞ്ഞിട്ട് വാർഡൻ അങ്ങോട്ടേക്ക് പോയി. ആ സമയം വിക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല. വിക്രം പറഞ്ഞു, എന്നാലും അങ്കിളെ അവളുടെ കല്യാണം, എടാ നീ പേടിക്കണ്ടാ, ഗംഗ പുറത്തുണ്ടല്ലോ, അവൻ തീർത്തോളും അവരുടെ കാര്യമൊക്കെ. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. കല്യാണം കഴിഞ്ഞാലും അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകത്തില്ല. കല്യാണം കഴിഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അവളുടെ ജീവിതം തീർന്നത് തന്നെ കൂട്ടിയാൽ മതി. രണ്ടുപേരുടെ ജീവിതമല്ല തീരാൻ പോകുന്നേ. ഗംഗാപ്രസാദ് അല്ലെങ്കിലും ആ ദിലീപിന്റെ അച്ഛനെ ഇല്ലാതാക്കിയതല്ലേ. അതുകൊണ്ട് ഇനി അവന് കാര്യങ്ങളൊക്കെ എളുപ്പമാ. അവൻ പുറത്തുള്ളിടത്തോളം കാലം നമ്മൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനോഹർ അവിടെ നിന്നിട്ട് മനസ്സിൽ പറഞ്ഞു, ഭാഗ്യം രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു. അങ്ങനെ അത് അങ്ങോട്ട് സംഭവിച്ചെന്ന് പറയാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിയെ വിളിച്ചിട്ട് രേണു ഒരു ഗ്ലാസ് പാലും കൂടെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതേ നിങ്ങളൊരു പുതിയൊരു ജീവിതം ആരംഭിക്കാനായിട്ട് പറയാണ്. ആ സമയത്ത് കാർത്തിയെ രേണുവിന് മുഖത്തേക്ക് നോക്കി. രേണു പറഞ്ഞു, മോളെ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോന്ന് ചോദിച്ചു. അതിന്റെ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല മോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യം ഇല്ലായിരുന്നു. ദിലീപും മോളുമായിട്ടുള്ള കല്യാണം അതിന് ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല. പക്ഷെ വാസുവേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് പല തിരിച്ചറിവുകളും ഉണ്ടായത്. അതാ ഞാൻ ചോദിച്ചേ. എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. മോളെ നീ വേറൊന്നും മനസ്സിൽ ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാൻ എന്താ അന്ന് അങ്ങനെ പറഞ്ഞെന്നറിയോ? എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ദിലീപിന്റെ കാര്യത്തില്. ദിലീപിന് ഒരു അനുജത്തി കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവള് കുഞ്ഞുനാളിലും മരിച്ചു പോയെന്ന് പറയാം. അതിനുശേഷം ദിലീപ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എനിക്ക് പേടിയായിരുന്നു. ദിലീപ് പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ വരാൻ കുറച്ച് ലേറ്റായി. എനിക്ക് ടെൻഷനാ. ഞാൻ വാസുവേട്ടനെ പറഞ്ഞു വിടും. പിന്നെ വാസുവേട്ടൻ അവനെ പോയി കൂട്ടിക്കൊണ്ട് വന്നാലേ എനിക്കൊരു സമാധാനം ആവത്തുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ അവനെന്തേലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള പേടി കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. അല്ല നിന്നോടുള്ള ദേഷ്യം കൊണ്ടല്ലാന്ന് പറഞ്ഞു. അതൊക്കെ എനിക്ക് അറിയാലോ. വാസുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര സന്തോഷമാവുമെന്നറിയാവോ നിങ്ങൾ തമ്മിലുള്ള കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ലല്ലോ. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, ഞാൻ കാരണമല്ലേ അമ്മേ? ഒരിക്കലും മോള് കാരണമല്ല. മോൾ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്യില്ല. മോള് മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞ കാർത്തിയെ പറഞ്ഞു വിട്ടു. അങ്ങനെ കാർത്തിക പാലയ്ക്കായിട്ട് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. മണിയറയിലേക്ക് ചെല്ലുക. ദിലീപ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ദിലീപ് കാർത്തിയെ കണ്ടപ്പോൾ പറഞ്ഞു, അതെ ഒടുവിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുമല്ലേന്ന് ചോദിച്ചു. കാർത്തി പറഞ്ഞു, അതെ എനിക്കിത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയില്ല. ദിലീപേട്ടൻ എന്റെ കഴുത്തിൽ താലി ആർത്തിന്ന്. ദിലീപ് പറഞ്ഞു, എല്ലാ ദൈവാനുഗ്രഹം കൊണ്ടാ. പിന്നെ നിനക്കറിയാലോ ഇതിനു വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെട്ട ആൾക്കാരാണ് കിരണും കല്യാണിയൊക്കെ. കിരണാണെങ്കിലോ നമ്മുടെ കല്യാണ സമയത്ത് പോലും പുറത്തൂടെ പോയി റോന്തി വിറ്റുമായിരുന്നു ആ ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാർത്തി പറഞ്ഞു, അത് ശരിയാ. അതുപോലെ തന്നെയാ കല്യാണി. എനിക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പാടുകളൊക്കെ സഹിച്ചു. ആ സമയം ദിലീപ് പറഞ്ഞു, നിനക്ക് വിഷമമുണ്ടോന്ന് ചോദിച്ചു. വിഷമമുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. അമ്മയെ ഞാൻ പിരിഞ്ഞിരുന്നിട്ടല്ലോ. അപ്പൊ നീ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മയെ പിരിഞ്ഞിരുന്നല്ലേ? അല്ല ഇങ്ങനെ പറിച്ചുനടിയിൽ ഉണ്ടായിട്ടല്ലോ, ഞാൻ അതാ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു. ദിലീപ് പറഞ്ഞു, അത് ശരിയാ.
എന്താണെങ്കിലും നിന്നെ കല്യാണം കഴിച്ചോട് കൂടിയിട്ട് എനിക്ക് കുറച്ച് നല്ല ബന്ധുക്കാരെയും കൂടെ കിട്ടിയല്ലോ, കിരണും കല്യാണിയെ പോലെയൊക്കെയുള്ള. ആ കാര്യത്തിൽ ഞാൻ സന്തോഷവാനാന്ന് പറഞ്ഞു. പിന്നെ നീ ഒരു കാര്യം പറഞ്ഞല്ലോ, നിന്റെ കമ്പനിയിൽ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന്. അതൊക്കെ ചെയ്യാം, പക്ഷേങ്കിൽ അതിന് നമ്മൾ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കാർത്തികയുടെ മുഖം മാറി. കാർത്തി പറഞ്ഞു, ദിലീപേട്ടന് പേടിയുണ്ടോ? പേടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പേടിയൊന്നുമില്ല. നാളെ എന്താ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേങ്കിൽ നമുക്ക് പൊരുതിയല്ലേ മതിയാവുള്ളൂ. നമുക്കൊന്ന് നല്ലൊരു ജീവിതം ഉണ്ടാകണം, നമ്മൾ ജീവിക്കണം. ആരുടെ മുന്നിൽ തല കുനിക്കാൻ പാടില്ല. ആ ഗംഗാപ്രസാദ് വന്നാലും നമുക്ക് അവനെ നേരിടാനായിട്ട് സാധിക്കണം. അങ്ങനെയൊക്കെ ദിലീപ് കാർത്തിക്ക് ധൈര്യം കൊടുത്തു. കാർത്തിക്ക് ആ ഒരു ഭയം ഉണ്ടായിരുന്നു എന്ന് ദിലീപിന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒടുവിൽ അങ്ങനെ അവരുടെ ജീവിതം ആരംഭിക്കുവാണ്. ഇതേ സമയത്ത് കിരൺ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണി ചോദിച്ചു, എന്താ കിരണേട്ടാ ഇത്ര വലിയ ആലോചന എന്താന്ന് ചോദിച്ചു. ഒന്നുമില്ലാന്ന് പറഞ്ഞു. കല്യാണമൊക്കെ മംഗളാരുമായിട്ട് നടന്നല്ലോ. എന്തായാലും കിരണേട്ടാ എനിക്ക് നല്ല പേടിയുണ്ട്. കല്യാണം നടന്നു പറഞ്ഞാലും ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുമോന്ന്. ഞാന് കാർത്തിയേച്ചിയെ വിളിക്കണം നിർത്താം, പക്ഷെ അവരുടെ ആദ്യരാത്രിയല്ലേ, വിളിച്ച് ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് രേണു ആന്റിയെ വിളിച്ചു. ആന്റി പറഞ്ഞു പാലും കൊടുത്തും മുറിയിലേക്ക് വിട്ടെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ആ കാര്യമൊന്നോർത്ത് നീ പേടിക്കണ്ട. അതെന്താ, ഇനി അവൻ ശല്യപ്പെടുത്താനൊന്നും വരില്ല എന്ന് പറഞ്ഞു. അവൻ എന്റെ 7 അയലൊക്കത്തേക്ക് പോലും വരത്തില്ല. അതെന്താ കിരണായിട്ട് ഇത്ര ആത്മവിശ്വാസത്തോടെ പറയാൻ കാരണം? അല്ല, അവനീ നാട് വിട്ടു പോയി കാണും, അവൻ ഇനി അറിഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കിരണേട്ട അങ്ങനെ ആശ്വസിക്കണ്ട, അവനെ കുറിച്ച് നമുക്കറിയാലോ. നീ പേടിക്കേണ്ട കല്യാണി, ധൈര്യമായിട്ടിരിക്കുക. ഇനി അവന് പോലീസുകാര് പിടികൂടിയാ പോലും അവൻ കുറച്ചാൾ കഴിയുമ്പോഴത്തേനും പുറത്തു വരും, എന്തേലും ചെയ്യുമല്ലോ. അവനെ ഇല്ലാതാക്കുക വേണ്ടേ, അവൻ പുറം ലോകം കാണാൻ പാടില്ലെന്ന് പറഞ്ഞു. കല്യാണി പറഞ്ഞു, അത് ശരിയാ, അവനെ കൈ കിട്ടിയാൽ തീർത്ത് കളഞ്ഞോണം. അവൻ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല, കാരണം ജീവിച്ചിരുന്നാൽ മറ്റുള്ളവർക്ക് അത് വലിയ ആപത്തായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അത് ശരിയാ, ഇനി നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കല്യാണിയെ ചേർത്ത് പിടിച്ചു. കല്യാണിയെ ചേർത്ത് പിടിച്ച് അവിടെ കിടത്തുവാണ്. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ വേലു അവനെ ഗംഗാപ്രസാദിനെ അടുക്കെ കുഴിയുടെ മുകളിൽ ഒരു തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തെങ്ങിന് വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോ രതീഷും കിരണും കൂടെ അങ്ങോട്ടേക്ക് വന്നു. കിരൺ വന്നിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കുക, ആ തെങ്ങ് നന്നായിട്ട് വളരട്ടെ എന്ന് പറയാണ്. ആ സമയത്ത് രതീഷ് പറഞ്ഞു, അല്ല ആർക്ക് സംശയമൊന്നുമില്ലല്ലോ, ഇതുവരെ ആയിട്ടും ആർക്ക് സംശയമൊന്നുമില്ല. പെട്ടെന്ന് വേലു വെച്ചു, അല്ല ഞാൻ ഈ കാര്യങ്ങൾ അമലുവിനോട് പറയട്ടെ, അമലുവിനും മാമിക്കും ഭയങ്കര സന്തോഷമാവും. കിരൺ പറഞ്ഞേ വേണ്ടാന്ന് പറയാണ്, അവരൊന്നും തൽക്കാലത്തേക്ക് അറിയണ്ട. അതെന്താ കിരൺ സാറേ അങ്ങനെ? അറിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു, ഇവന്റെ ശിങ്കിടുകൾ പുറത്തുണ്ടല്ലോ, അവരെന്തേലും ചെയ്യുമോന്ന് ചോദിച്ചു. അവന്മാരെന്ത് ചെയ്യാനായിട്ടാ, ഇവനെ കണ്ടില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെ അടങ്ങിക്കോളെന്ന് പറഞ്ഞു. പക്ഷെ ഒരുത്തി ഉണ്ടല്ലോ ജയിലിനകത്ത്, അവള് സെല്ലിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് പരാതി കൊടുത്താലോ? കിരൺ പറഞ്ഞ്, പരാതി കൊടുക്കുകയാണെ കൊടുക്കട്ടെ, പോലീസുകാരെ സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ പോലീസുകാരെ അന്വേഷിക്കില്ല, കാരണം ഇവനെ പോലുള്ള ക്രിമിനലിനെ അന്വേഷിക്കാൻ പോലീസുകാർക്ക് പറ്റില്ലല്ലോ, അവരവരുടെ പണി നോക്കി പോകത്തുള്ളൂ. പിന്നെ ഇവനെ പോലെ ഒരു ദുഷ്ടൻ ഒരു കാരണവശാലും ഭൂമിയും ജീവിച്ചിരിക്കാൻ പാടില്ലായിരുന്നു. വേലു പറഞ്ഞു, എന്നാലും സാറിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ, സാറിന് എങ്ങനെ ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി? കിരൺ പറഞ്ഞു, നമ്മുടെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും വേലു. ആ ഒരു നിശ്ചയമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചേ. എനിക്ക് കല്യാണിന്റെ അമ്മയുടെ മുഖമൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. പാവം, ഒരു തെറ്റും ചെയ്യാത്ത അമ്മ, അമ്മയെ ഇവനെ വെറുതെ വിടാൻ പാടുണ്ടോ? പിന്നെ ദിലീപിന്റെ അച്ഛന്, നിന്റെ മാമന് എത്ര പേരുടെ ജീവനെ അവനെടുത്തെ. ഇവനെ പോലെ ദുഷ്ടം ഭൂമി ജീവിച്ചിരിക്കാൻ പാടില്ലായിരുന്നു. കുറെ കാലങ്ങളായിട്ട് നമ്മളെല്ലാരും ആഗ്രഹിച്ചിരുന്ന കാര്യല്ലേ ഇവനെ തീർക്കണം എന്നുള്ള എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വേലു പറഞ്ഞു, അത് ശരിയാ. കിരൺ പറഞ്ഞു, നന്നായിട്ട് വെള്ളം ഒഴിക്കുക, ആ തെങ്ങ് കൊണ്ട് തഴച്ചു വളരട്ടെ. ഇവനെ കൊണ്ടോ പ്രയോജനം ഉണ്ടായില്ല, പ്രയോജനം ഇല്ലാത്തവരായിരുന്നു. പക്ഷെ തെങ്ങ് വളർന്നു വരുവാണെങ്കിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അതും കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുമെന്ന് കിരൺ പറഞ്ഞു. ഇനി ഇവനെ കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. അല്ല പോലീസ് എങ്ങാനും അന്വേഷിച്ചാലോ? പോലീസ് അന്വേഷിക്കുവാണെങ്കിൽ ആ കാര്യം ഓർത്ത് വേലു പേടിക്കണ്ടെന്ന് പറഞ്ഞു. വേലു പറഞ്ഞു, സാറേ എന്റെ പേര് പറഞ്ഞാൽ മതി, അകത്ത് പോയി കിടക്കാനും ഞാൻ ഒരുക്കുവാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വേലുവിനെ സമാധാനിപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. സമയം ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് കാർത്തി ദിലീപിന്റെ അടുത്തേക്ക് വന്നു. ദിലീപിനെ വിളിക്കുകയാണ്. ദിലീപ് വെച്ചു, ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോന്ന് ചോദിച്ചു. അല്ല നീ ഇത് എപ്പോഴേ എഴുന്നേറ്റ് പോയത്? ഞാൻ കണ്ടില്ലോ. അതെ, ഞാൻ എഴുന്നേറ്റ് പോയിരുന്നു, ദിലീപേട്ടൻ നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയപ്പോ 2:30 നീ എപ്പോഴും ഉറങ്ങിയത്? ഞാൻ അതിന് ശേഷമാന്ന് കാർത്തിക പറഞ്ഞു. എന്നാലും നീ ഇത്ര രാവിലെ എഴുന്നേറ്റോന്ന് ചോദിച്ചു. അത് നേരത്തെ തൊട്ടുള്ള ശീലമാ, ഈ ചായ കുടിക്കാൻ പറഞ്ഞു. നീ ഇങ്ങോട്ടേക്ക് വാ, ചായ ഇവിടെ വെച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിയെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അതെ, എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നീ എന്റെ സ്വന്തമായെന്നുള്ള കാര്യം. ആ സമയം കാർത്തിക പറഞ്ഞു, അറിയാലോ ഒരു ദുഷ്ടം പുറത്തുണ്ട്,
അവന് എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. ഏത് നിമിഷം വേണമെങ്കിലും അവൻ വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ദിലീപ് പറഞ്ഞു, പേടിക്കണ്ട, അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. ഒരു കാരണവശാലും അവന്റെ മുന്നിൽ നമ്മൾ പിടികൊടുക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞ് കാർത്തിയെ ആശ്വസിപ്പിക്കണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.